கட்டப்பணியில் வியாபாரியின் தற்கொலை காரணமானவர்களுக்கு எதிராக வழக்கு பதிவு செய்ய வேண்டும் என்றும் இல்லையென்றால் போராட்டம் தொடரும் என்றும் ബി.ജെ.പി. മധ്യ സംഘ അംഗത്തിனர் ശ്രീനഗരി രാജൻ தெரிவித்துள்ளார். അല്ല, ഞങ്ങൾ ഇന്നലെ പറഞ്ഞിരുന്നത് ഡെഡ് ബോഡി കൊണ്ടുവരുമ്പോൾ പോലീസ് സ്റ്റേഷന് മുമ്പിൽ വെക്കും, ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ ഗൂഢാലോചനയ്ക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ അടക്കം കേസെടുക്കുമെന്ന് ഉറപ്പ് കിട്ടിയിട്ടേ പോകത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. ഇവരുടെ ബന്ധുക്കളെല്ലാം വന്നിട്ടില്ല ഇവിടെ. അപ്പം ഏതാനും നിമിഷം കഴിയുമ്പോൾ ആലോചിച്ച് പറയാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഞങ്ങൾ സമരമായിട്ട് മുന്നോട്ട് പോകും. ഭാരതീയ ജനതാ പാർട്ടി ഈ കാര്യത്തിൽ സമരമായിട്ട് മുന്നോട്ട് പോകും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് സ്വാഭാവിക മരണത്തിനാണ് പോലീസ് കേസെടുത്തിരുന്നത്, എന്ന് വെച്ചാൽ ആത്മഹത്യയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച എങ്ങനെയാണ് എന്നുള്ള കാര്യം ഇപ്പോൾ തന്നെ മാധ്യമങ്ങളിൽ വെളിയിൽ വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ ആളുകളുടെ പേര് പറയുന്നുണ്ട്. ഇതുകൂടാതെ മാധ്യമങ്ങളിൽ അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തുന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ശബ്ദമൊഴി ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയാൾ ആത്മഹത്യ ചെയ്തത്. ചുമ്മാ ആത്മഹത്യ ചെയ്തതല്ല. UDF-ൻ്റെ കയ്യിലിരുന്ന സംഘമാണ്. അന്നേ കുഴപ്പമുണ്ടായിരുന്നു. ഇവർ നന്നാക്കാൻ മേടിച്ചാണ്. ഇവർ നന്നാക്കാൻ മേടിച്ചിട്ട്, പക്ഷേ അവരാളിനെ കൊന്നില്ല, ഇവരാളിനെ കൊന്നു എന്നുള്ളതാണ് പ്രത്യേകത. നന്നാക്കി കട്ടപ്പനയിലൊരു വ്യാപാരിയെ കൊന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പോൾ അതുകൊണ്ട് ആ കൊന്നതിൻ്റെ കൊലക്കുറ്റത്തിന് കേസെടുക്കണം. ചുമ്മാ കേസെടുത്താൽ പോരാ.